ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ തേടിയുള്ള തിരച്ചിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെയാണെങ്കിലും മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപേ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുന്റെ ലോറി ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്നലെ നടന്ന തിരച്ചിലിൽ വെറും അരമണിക്കൂർ മാത്രമാണ് ഗംഗാവലിപ്പുഴയിലേക്ക് ഇറങ്ങി ഈശ്വർ മാൽപേ അർജുനെ തേടിയുള്ള തന്റെ തിരച്ചിൽ ആരംഭിച്ചത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്താനായിട്ട് ഈശ്വർ മാൽപേക്ക് സാധിച്ചു. എന്തൊക്കെയാണെങ്കിലും ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്ക് അതിശക്തമായിട്ട് ഒഴുകുന്ന സാഹചര്യത്തിൽ ഈശ്വർ മാൽപേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ സ്കൂബ ഡൈവേഴ്സിനും ആ ഒരു ലോറി കണ്ടെത്താനായിട്ടുള്ള സാഹചര്യം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്ക് 2 knots ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈശ്വർ മാൽപേ ഈ ഒരു പുഴയുടെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണെങ്കിലും അർജുന്റെ ലോറി ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈശ്വർ മാൽപേക്ക് സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമായിരിക്കും, ഇത്രയും നാളായിട്ട് പുഴക്കടിയിൽ കിടക്കുന്ന സമയത്ത് ആ ഒരു ലോറിക്കുള്ളിൽ അർജുന്റെ ശരീരം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം. എന്തൊക്കെയാണെങ്കിലും ആദ്യം തന്നെ നമുക്ക് കണ്ടെത്തേണ്ടത് ആ ഒരു ലോറിയാണ്. ആ ലോറി ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അർജുൻ എവിടെയെന്നുള്ള നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഭാരത് ബെൻസിന്റെ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. എന്തൊക്കെയാണെങ്കിലും അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ലോറിയുടെ ക്യാബിനിൽ അർജുന്റെ ശരീരം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾക്ക് ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അടിയൊഴുക്ക് നല്ല ശക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ലോറിക്കകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആ ഒരു ലോറിയുടെ ഡോർ ഓപ്പൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അർജുന്റെ ശരീരം ആ ഒരു ലോറിക്കകത്തുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ തിരച്ചിലോടുകൂടി തന്നെ നമ്മൾക്ക് എല്ലാത്തിനും ഒരു ഉത്തരം ലഭിക്കുന്നതായിരിക്കും. കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ കാത്തിരുന്ന ഒരു കാര്യമാണ്, ഇനി എപ്പോഴാണ് അർജുനെയും അർജുന്റെ ലോറിയെയും കണ്ടെത്താനായിട്ട് നമ്മളുടെ സർക്കാരിന് സാധിക്കുന്നത്, എപ്പോഴാണ് ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുനെ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ അർജുന്റെ ലോറി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മളുടെ സർക്കാരിന് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു അവസാനമായിരിക്കാണ് ഇന്നത്തോടുകൂടി തന്നെ ആ ഒരു ലോറി ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ആ ഒരു മുങ്ങൽ വിദഗ്ധൻ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തോടു കൂടി തന്നെ ഈ ഒരു തിരച്ചിലിനൊരു വിരാമമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈശ്വർ മാൽപേക്ക് വളരെ പെട്ടെന്ന് തന്നെ അർജുൻ ഓടിച്ചിരുന്ന ആ ഒരു ഭാരത് ബെൻസിന്റെ ലോറി ഗംഗാവലിപ്പുഴയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.